പല സന്ദർഭങ്ങളിലും നമ്മൾ നിയന്ത്രണം വിടാറുണ്ട്. പലരും നമ്മൾ എത്രയൊക്കെ സാത്വികനാണെങ്കിലും എത്രയൊക്കെ ക്ഷമ ഉണ്ട് എന്ന് പറയുന്നെങ്കിലും ചിലപ്പോൾ തെറിക്ക് വിളിക്കാറുണ്ട്. ചിലരുടെ തോന്നിയാസങ്ങൾ കാണിക്കുമ്പോൾ തന്തയില കഴിവുള്ള മക്കൾ എന്ന് പോലും പറയാറുണ്ട്. അത്രയ്ക്ക് അസഭ്യമായി നമ്മൾ സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എങ്കിലും നമ്മളൊക്കെ ഒരു സമൂഹ ജീവി എന്ന നിലയിൽ മറ്റുള്ളവർ കേൾക്കുമ്പോൾ മോശമല്ലേ, നമ്മളെ കുറിച്ച് അവർ മോശമായിട്ട് ധരിക്കൂലേ? മാത്രമല്ല ഇന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലമാണ്. അതൊക്കെ എടുത്തങ്ങോട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതുവരെ കാട്ടിക്കൂട്ടി വെച്ചിരുന്ന മുഴുവൻ കെട്ടണഞ്ഞു പോകില്ല എന്നൊക്കെ ഒരു ബോധം നമുക്കുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ബോധമില്ലാത്ത കുറെ എണ്ണം നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെയുള്ള കുറെ എണ്ണം ഉണ്ട്. അത്തരത്തിൽ ഉള്ളവരാണ് ഈ നാട്ടുകാരെ പറയിപ്പിക്കുന്നത്. അപ്പൊ എന്റെ വീഡിയോന്റെ താഴെ തന്നെ സഭ്യമായ കമന്റുകളാണ് എല്ലാവരും വന്നിരുന്നത്. വളരെ സഭ്യമായ കമന്റുകളാണ്. എന്നാൽ വളരെ അപൂർവം മാത്രം ചിലരൊക്കെ കാര്യമെന്തെന്ന് മനസ്സിലാക്കാതെ അതിന് മുമ്പത്തെ വീഡിയോകൾ മറ്റു വീഡിയോകളൊന്നും കാണാതെ വന്ന് കണ്ട് തെറി വിളിക്കാറുണ്ട് ചിലരൊക്കെ. അപ്പോൾ നമ്മൾ ആലോചിക്കും ഇവനൊക്കെ എന്ത് ഡിപ്പാർട്ട്മെന്റ് ഇടോ ഇവനൊക്കെ എന്ന് ചിന്തിക്കാറുണ്ട്. കാര്യം ഇവന്മാരൊക്കെ സാമൂഹ്യ ജീവിയല്ലേ. ഇനി മുഖം മറച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിലും ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ ഇല്ലേ വീട്ടിൽ? ഇവന്റെ വീട്ടുകാരെയൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ പ്രയാസം ഉണ്ടാവൂലേ എന്നൊക്കെ മനസ്സിൽ എനിക്കും തോന്നാറുണ്ട്. ഞാൻ അത്ര പുണ്യാളച്ചനൊന്നും അല്ല, തോന്നാറുണ്ട്. പരസ്യമായിട്ട് തെറി വിളിക്കാറില്ല എന്നേ ഉള്ളൂ. ഇതിപ്പോ ഇങ്ങനെ പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. ഇന്നലെ രാവിലെ ഒരു വീഡിയോ കണ്ടു. എനിക്ക് ഒന്ന് വീഡിയോ ചെയ്യണമെന്ന് തോന്നി. SIR-മായി ബന്ധപ്പെട്ട ഒരാളെ കുറച്ച് വിവരങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യാത്രയിലായിരുന്നത് കൊണ്ട് എനിക്ക് കഴിഞ്ഞില്ല, ആ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ വൈകിയാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യണം. ആദ്യം ഞാൻ വീഡിയോ ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ പോകും. എടുത്തു കഴിഞ്ഞാൽ വണ്ടി അടിച്ചുകളെ പൊട്ടി. ഞാൻ ഇവിടെ വിളിച്ച് പറഞ്ഞാൽ അവരിപ്പോഴും വരും. എന്തോന്ന് എടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ എടുത്താ ഇപ്പൊ വിളിച്ച് പറഞ്ഞാൽ അവിടെ ആൾ വരും. വരുമ്പോൾ ഞാൻ പൊക്കിക്കൊണ്ട് പോയി ചെയ്യും. എന്തോന്ന് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ഊബർ ഓടാനുള്ള പെർമിഷൻ ഇല്ല, അറിയാവോ? അറിയത്തില്ല. അറിയാൻ ഇതിന്റെ ഊബറിന്റെ അവർ വിളിച്ചു വരും. ഇപ്പൊ നിങ്ങളുടെ എറണാകുളത്തെ ഓഫീസൊക്കെ അടച്ചല്ലോ? ഇല്ല, അടച്ചില്ല. ആരും അടച്ചില്ല. ഇല്ല, അടച്ച് ആരും കേൾക്കണോ? വെറുതെ ഞാൻ വിളിച്ച അവര് വരും, നിന്നെ അടിച്ച് നിന്റെ വണ്ടിയും പൊട്ടിക്ക് നിനക്ക് അടി തരും. അടിച്ചു പൊട്ടിക്കും വണ്ടി. അടിച്ചു പൊട്ടിക്കാനാ ഒരു വഴിയില്ല. ഒരു വഴി അടിച്ചു പൊട്ടിക്കാൻ ചുമ്മാ അടിച്ചു പൊട്ടിക്കും. അതിന് വഴിയാ ധൈര്യമായിട്ടൊന്ന് ഇടിച്ചു പൊട്ടിക്കും. ഇപ്പൊ വിളിക്കാം. അപ്പൊ പിള്ളേരെ വിളിക്കാം. നിനക്ക് ഇന്ന് ഇപ്പൊ പണിയാൻ തന്ന കാര്യം കേട്ടോ. ഇപ്പൊ ഞാൻ പണിതരാം. നീ ഓർത്ത് ഞങ്ങൾ വേറെ മണ്ടന്മാരാന്നല്ലേ? ഞങ്ങൾക്ക് 5 എനിക്ക് 7 വണ്ടിയുണ്ട് കോട്ടയം പട്ടത്തി. അറിയോ? നീയൊക്കെ ഈ പറപ്പ് കാണി നീയൊക്കെ കൂലിക്കല ഓടുന്ന ഇവിടെ ഓട്ടോയുടെ കൂലി വരില്ലേ? ഓട്ടോക്കാർ വന്നിട്ട് അവരെ എന്നെ ഇടിക്കും വിളിച്ചാ. അതുകൊണ്ട് നീ മര്യാദയ്ക്ക് പൊക്കോ, ഞാൻ എപ്പോ വേണ്ടി നടത്തും. ഇന്നിപ്പോ ഞാൻ വിളിക്കാം, നിന്നെ വിളിച്ചപ്പോ സംസാരിക്കാം. ഇനി അമ്മാരെ വിളിച്ചാൽ അമ്മാരെ കൊണ്ടേ വിളിക്കാം, കുഴപ്പമില്ല. ഇവിടെ എനിക്ക് നിങ്ങളോട്, എന്റെ പ്രേക്ഷകരോട് ഒരു സംശയം. നിങ്ങൾ ചിലരൊക്കെ ടാക്സി ഡ്രൈവർമാരുണ്ട്, ചിലരൊക്കെ ഓട്ടോ ഡ്രൈവർമാരുണ്ട്, ചിലർ വണ്ടി അല്ലാതെ ഓടുന്നവരുണ്ട്, വണ്ടി വിളിച്ചു പോകുന്നവരുണ്ട്, ഇതൊക്കെ ഉണ്ട്. എന്റെ ഒരു സംശയമാണ്, അറിയാവുന്നവരുടെ താഴെ നിന്ന് കമന്റ് എഴുതണേ. കേരളത്തില് ടാക്സി പെർമിറ്റ് ഉള്ള ഒരുപാട് പേരുണ്ട്. അവർക്കൊരു ചാർജ് നിശ്ചയിച്ചിട്ട് കൊടുത്തിട്ടുമുണ്ട്. ആ ചാർജ് വാങ്ങിയേ ഓടാൻ പാടുള്ളൂ എന്ന് എവിടെയെങ്കിലും നിയമമുണ്ടോ? അത് കുറച്ച് വാങ്ങാൻ പാടില്ല. എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിന് താഴെ നിന്ന് കമന്റ് എഴുതണം. രണ്ടാമത്തത്, ഇവിടുത്തെ പ്രശ്നം എന്താ? ഊബർ ഓടുന്നു, ഊബർ ഓടാൻ പാടില്ല. അത് ഊബർ ടാക്സി എന്ന് പറഞ്ഞാൽ ടാക്സി പെർമിറ്റ് എടുത്ത ആളല്ലേ? ഇവിടെ ആൾക്കാർ അവിടെ വന്ന് വണ്ടി വിളിച്ചു പോകുന്നു, മറ്റൊരു ഓൺലൈനായിട്ട് വിളിച്ചു പോകുന്നു. ഇതിനെന്താ പ്രശ്നം? ഈ ഓൺലൈനായിട്ട് വിളിച്ചു കൂടുന്നത് ജനങ്ങൾക്കൊരു സെക്യൂരിറ്റി അല്ലേ? ഞാൻ ഇന്ന വണ്ടി ഇന്ന സമയത്ത് ഇന്ന സ്ഥലം മുതൽ ഇന്ന സ്ഥലം വരെ യാത്ര ചെയ്യുന്നത് തെളിവല്ലേ? സെക്യൂരിറ്റി ഫീൽ ചെയ്യല്ലേ? ഇപ്പൊ ഇതിനകത്ത് വന്ന് ആ ഷോ കാണിച്ച ചേട്ടനുണ്ടോ, അയാൾ എന്തെല്ലാം പറഞ്ഞു. അങ്ങോട്ട് മാറി നിന്നിട്ട് ഞാൻ ഇപ്പൊ കാണിച്ചുതരാം, എന്നിട്ട് മൊബൈൽ എടുത്തിട്ട് കുത്തയാണ്. പിന്നെ ഇയാള് പറയുന്ന കേൾക്കണം, ഇപ്പൊ വരും അവിടെ നിന്ന് ഇവനെ പിടിച്ച് തല്ലാൻ വേണ്ടിയ ആൾക്കാർ. ഇത് കാലം മാറിയൊരു മൂപ്പർ അറിഞ്ഞിട്ടില്ല. വന്നെന്റെ വണ്ടി അടിച്ചു പൊളിക്കും, കാണിച്ചു തരാം, മറ്റത് മറിച്ചത്, എന്തൊക്കെയാണ് പറയുന്നത്? അല്ല, എനിക്ക് മനസ്സിലാകാത്തത് ഇദ്ദേഹം ഈ ലോകത്തൊന്നും അല്ല എന്നാണ്. ഈ ലോകത്തൊന്നും അല്ല ഇദ്ദേഹം ജീവിക്കുന്നത്. ഈ ടാക്സി ഡ്രൈവർമാർ, ഇത്തരത്തിലുള്ള മനസ്ഥിതിയുള്ള വേറെ ആരും ഓടാൻ പാടില്ല, ഓൺലൈൻകാർ ആരും ഓടാൻ പാടില്ല എന്ന് പറയുന്ന ടാക്സി ഡ്രൈവർമാർ ഭീമമായ ചാർജ് വാങ്ങി തോന്നിയതുപോലെ വാങ്ങിയിട്ടാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. അവർ ജീവിക്കുന്നത്, സാമ്പത്തിക കൈകാര്യം ചെയ്യുന്നത്. അറിയാലോ, പോകുന്നവരൊക്കെ പിടിച്ചും കൊന്ന് കൊല വിളിച്ച് തന്നെയാണ് വാങ്ങുന്നത്, ഭീകരമായ ചാർജ്. എന്നാൽ അതിനേക്കാളും മിതമായ ചാർജ് ഈ ഓൺലൈൻകാർ വാങ്ങി ഓടുന്നുണ്ടെങ്കിൽ ഇത് അവരുടെ വീടും ഈ ടാക്സി ഓടുന്നതിലൂടെ അല്ലേ കഴിഞ്ഞു പോകുന്നത്? അല്ലേ? എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. അവർക്കും കുട്ടികളും മക്കളും ചിലപ്പോൾ അല്ലാത്ത കല്യാണം കഴിക്കാത്തവരൊക്കെ ഉണ്ടാവും. അത് ടാക്സി ഓടുന്ന സാധാരണ നോർമൽ ടാക്സി ഓടുന്നവരിലും ഉണ്ട്. ഈ ഓൺലൈൻ ടാക്സി ഓടുമ്പോൾ പൈസ കുറച്ച് വാങ്ങുന്നുണ്ടെങ്കിൽ അവർ നഷ്ടത്തിലോടും. പെട്രോളും ഡീസലും ഒക്കെ അടിച്ച് ഈ പറഞ്ഞ ആളെ ഈ ട്രാഫിക് ബ്ലോക്കിലും എല്ലാം ഈ കുടിലും കുഴിയിലും ഒക്കെ ചാടിച്ച് കൊണ്ടുചെന്ന് ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിച്ചു കഴിഞ്ഞാൽ ഈ കിട്ടുന്ന ചാർജിൽ നിന്നൊരു കമ്മീഷൻ
ഏത് ഈ ഓൺലൈനായിട്ട് ഇയാൾക്ക് എടുത്ത് കൊടുത്തിട്ടുള്ള ആ ഏജന്റിന് കൊടുക്കണം. ഇവിടെ ഊബർ ആയാലും ഓല ആയാലും ഏജന്റ് ആണല്ലോ, അവർക്ക് കൊടുക്കണം. അതും കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഇവർക്ക് കിട്ടുള്ളൂ. അത് സമയത്ത് കിട്ടൂല. ഇത് ഈ പൈസ ഒരു പക്ഷേ ഓൺലൈനാണ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ സൗകര്യമുള്ള സമയത്ത് അവർക്ക് കിട്ടുന്നത്. ഈ കസ്റ്റമർ കൊടുത്തു വല്ല ടിപ്പോ കാര്യങ്ങളോ കിട്ടിയെങ്കിൽ കിട്ടി പോയാൽ പോയി, ഇതാണ് ഒരു അവസ്ഥ. പക്ഷെ എന്തൊക്കെ വന്നാലും ഈ സാധാരണഗതി റെഗുലർ ടാക്സി ഓടുന്നവരുടെ ആ പൈസ ഇവർക്ക് കിട്ടാറില്ല. എന്നിട്ടും അവരുടെ കുടുംബം കഴിഞ്ഞു പോകുന്നെങ്കിൽ ഇത് മര്യാദയ്ക്കുള്ള റേറ്റ് വാങ്ങി ഓടാൻ കഴിയുന്ന ഒന്നല്ലേ? മര്യാദയ്ക്കുള്ള സേവനം കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡിൽ കൊണ്ടിട്ടിട്ട് നേരം വെളുത്ത് അവിടെ കൊണ്ടുവന്നിട്ട് വൈകുന്നേരം വരെ അവിടെ കുത്തിയിരുന്ന് ഒരു ഓട്ടം കെട്ടിയിൽ നിന്ന് മേലോട്ട് നോക്കിയിരിക്കുന്ന ചേട്ടന്മാരോടാണ് ചോദിക്കുന്നത്. ഇവർ വാങ്ങുന്നത് പോലെ മര്യാദയ്ക്കുള്ള ഒരു ചാർജും വാങ്ങി യാത്രക്കാരോട് മാനമര്യാദയ്ക്ക് പെരുമാറി കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടം വിളിക്കില്ലേ? ഇന്ന് ടാക്സിക്കാരെ വിളിക്കാൻ മടിയാണ്, പേടിയാണ്. ഞാൻ വിളിക്കാറില്ല. ഞാൻ വിളിക്കാത്ത ഇവർ മര്യാദയ്ക്ക് പെരുമാറില്ല എന്നതുകൊണ്ടാണ്. ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഊബർ വിളിക്കും. അതുപോലെ ഊബർ ഉള്ള ഭാഗത്ത് മുഴുവൻ അതാ വിളിക്കുന്നത്. ഒന്നുകിൽ ഞാൻ എൻ്റെ വണ്ടി കൊണ്ടുപോകും. ഇനി വണ്ടി കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടെ ഊബറോ മറ്റു കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ ഊബർ വിളിച്ചു പോകും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഗോവയിൽ പോയി. ഗോവയിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ വണ്ടി ഓടിച്ചാണ് പോയത്. ഇവിടുന്ന് 100-600 കിലോമീറ്റർ മേലെയുണ്ട്. എത്ര മണിക്കൂർ ഡ്രൈവ് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കും. ഞാനും പെണ്ണുങ്ങളും കുട്ടികളൊക്കെ, അവർക്കൊന്നും ഡ്രൈവിംഗ് അറിയില്ല. ഞാൻ മാത്രം ഡ്രൈവ് ചെയ്തത്. എന്നിട്ട് ഇത്രയും റിസ്ക് എടുത്തിട്ട് ഞാൻ അവിടെ മഡ്ഗാവിലും പഞ്ചിമിലും കൊണ്ടയിലും ഒക്കെ പോയി എല്ലാ സ്ഥലത്തും പോയി തിരിച്ചു വന്നു. തിരിച്ചിങ്ങോട്ട് ഓടിക്കണമല്ലോ. അപ്പൊ ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ പോകണം. ഇവിടെ കോഴിക്കോട് നിന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ മഡ്ഗോയിൽ ചെന്നിറങ്ങാം. അവിടെ നിന്ന് മര്യാദയ്ക്ക് ഏതെങ്കിലും ഒരു ടാക്സിക്കാരനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെയുള്ള ഭാഗത്ത് എങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 10-30 കിലോമീറ്റർ പോയാൽ ഗോവന്റെ എൻഡായി. അത്രേ ഉള്ളൂ. ഓടി തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖം. ഇനി അഥവാ ലേശം ചില്ലർ എന്തെങ്കിലും ആയാലും ഒരു സ്ട്രെസ്സും ഇല്ല, കാര്യമില്ല, വണ്ടി ഒന്നുമില്ല, ടെൻഷനും ഇല്ല, സുരക്ഷിതമായിട്ട് പോകാം, എല്ലാം ചെയ്യാം. അത്രയല്ലേ ഉള്ളൂ. ആ രീതിയിൽ ഈ ടാക്സി ഡ്രൈവർമാർ ഇന്ത്യയിൽ എവിടെയായാലും, കേരളത്തിൽ എസ്പെഷ്യലി, ഒന്ന് മാറിയ പോരെ, ഒന്ന് മാറണം. ഇവരുടെ ഈ കാഴ്ചപ്പാടൊന്ന് മാറണം. അപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, പിന്നെ എന്താണ് മൂന്നാറിൽ പെരുമാറിയത് ഒരു പെണ്ണ് കേരളം കാണാൻ വന്നതാ. കേരളക്കാരെ വളരെ ഇഷ്ടമാണ്, കേരളത്തിന്റെ ഇടപെടൽ ഇഷ്ടമായി, പിന്നെ അന്തരീക്ഷം ഇഷ്ടമായി, പ്രകൃതി ഇഷ്ടമായി, എല്ലാം ഇഷ്ടമായി. പക്ഷേ ഇനി ഞാൻ ഇങ്ങോട്ടില്ല. അതായത് കാര്യമൊക്കെ ശരി. സലാം കൊടിയത്തൂരിന്റെ ഫിലിമില് അദ്ദേഹത്തിന്റെ അനുജൻ സിദ്ദീഖ് കൊടിയത്തൂർ ചെയ്യുന്ന ഒരു കഥാപാത്രമുണ്ട്, കുഞ്ഞുക്കോയ എന്ന് പറഞ്ഞിട്ട്. അത് പറയുന്നത് പോലെ കാര്യമൊക്കെ ശരി, പക്ഷെ വിളമ്പിയത് കോളാമ്പിയിലായി പോയി, അല്ലെങ്കിൽ പെണ്ണ് നന്ന് പെങ്ങളായി പോയി എന്ന് പറയുന്നത് പോലെയാണ് ഈ ഒരു അവസ്ഥ. എല്ലാം കൊള്ളാം, പക്ഷെ ഞാനിനി അങ്ങോട്ട് വരൂല. കാരണം ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെയുള്ള ചില ചെന്നൈ കൂട്ടങ്ങൾ അവളെ ആ രീതിയിൽ മൂന്നാറിലിട്ട് വട്ടം ചുറ്റിച്ചു. അവിടുത്തെ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു. നാണക്കേടായില്ലേ? പിന്നെ കേസെടുത്തില്ല, എന്തോ ആയിക്കോട്ടെ. എന്തൊക്കെ ആയാലും ആ വീഡിയോ അവർ പിൻവലിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ മന്ത്രി റിയാസ് ഒക്കെ ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും, പിൻവലിച്ചു. പക്ഷെ ഈ എത്ര പേര് ഷെയർ ചെയ്ത് ലോകം മുഴുവൻ അറിഞ്ഞില്ലേ? അപ്പൊ ഇതാണ് ഒരു അവസ്ഥ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഈ ടാക്സിക്കാർമാർ മര്യാദയ്ക്ക് ചാർജ് വാങ്ങി മര്യാദയ്ക്ക് ഇടപെട്ടുകൊണ്ട് പോകാത്തത്? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ തന്തയ്ക്കുള്ളിയും തള്ളയ്ക്കുള്ളിയും കേൾക്കേണ്ട ഒരു പ്രശ്നമില്ലല്ലോ. ഇയാൾ അവിടെ നിന്നുകൊണ്ട് ഇവനെ ഭരിച്ചതും നിന്റെ വണ്ടി അടിച്ച് പൊട്ടിക്കൂടാന്ന് പറഞ്ഞതൊക്കെ നാട്ടുകാർ മുഴുവൻ കണ്ടില്ലേ? നാണക്കേടായില്ല? ആർക്കാ നാണക്കേടായത്? അയാളുടെ വീട്ടുകാരെ, അയാളെ കുട്ടികളൊക്കെ ഇത് കാണുന്നുണ്ടല്ലോ. ഇയാള് ഈ മാതൃകാ പുരുഷനായിട്ടുള്ള ഇയാള് അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെയാണ് പെരുമാറുന്നതാണ്. ഇത് ഇയാൾക്കുള്ള വീട്ടിലെ കുട്ടികളും കുടുംബവും ഭക്ഷണം കഴിക്കുന്ന പോലെയല്ലേ അയാളുടെ വീട്ടിലെ കുട്ടികളും കുടുംബവും ഭക്ഷണം കഴിക്കുന്നത്? എന്ത് വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? അയാൾക്ക് 15 രൂപയ്ക്ക് ഓടിയിട്ട് കമ്മീഷൻ കൊടുത്തിട്ട് ഓടിയിട്ട് അയാൾക്ക് വീട്ടു ചെലവ് നടത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ഇവർക്കും കഴിയണമല്ലോ. ഇവർക്ക് കമ്മീഷൻ കൊടുക്കണ്ടല്ലോ. അപ്പൊ ഊബർ ഓടുന്നതിനേക്കാൾ കുറഞ്ഞ പൈസക്ക് ഇവർക്ക് ഓടാൻ പറ്റണം. സത്യത്തിൽ ഇവർ ടാക്സി പെർമിറ്റ് എടുത്തിട്ട് ഇവർ സ്റ്റാൻഡിൽ കൊണ്ടിട്ട് ഓടുന്നില്ല, പകരം ആ സ്റ്റാൻഡിന് പകരം ഓൺലൈൻ ഓടുന്നു. ഈ ഓൺലൈൻ എവിടെയാ ബുക്കിംഗ് കിട്ടുന്ന അങ്ങോട്ട് ഓടും. ഈ പറയുന്ന പഴഞ്ഞ സംവിധാനത്തിൽ നിന്ന്, കാളവണ്ടി യോഗത്തിൽ നിന്ന് ഇവരൊക്കെ ഒന്ന് മാറിയിട്ട് ഇവർക്കും ഒന്ന് ഓൺലൈൻ ആയിക്കൂടെ? ഇവിടെ സർക്കാർ എന്തൊക്കെയോ കൊണ്ട് സഞ്ചാരിയോ സവാരിയോ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചു എന്ന് പറയുന്നതായിട്ട് അതുപോലെ ഒന്നായിട്ട് അവർക്കും ഓടിക്കൂടെ? അത് തോന്നിയ പോലെ ചാർജ് വാങ്ങാൻ പറ്റൂലല്ലോ അല്ലേ? അപ്പൊ തോന്നിയതുപോലെ ചാർജ് വാങ്ങാൻ വേണം, തോന്നുന്ന പോലെ ഓടാൻ വേണം. ബാക്കിയുള്ളവർ മര്യാദയ്ക്ക് ആരെങ്കിലും ഓടുകയാണെന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർ ഒന്നും തെറി വിളിക്കാതെ ഓടുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഊബറൊക്കെ വിളിച്ചുള്ള പ്രത്യേകത എന്നറിയാം, അവന്മാരെ മോശമായിട്ട് പെരുമാറി കഴിഞ്ഞാൽ അതിന് താഴെ ഒരു ഇൻഡാസുകൾ എഴുതിയിടും, റിവ്യൂ എഴുതിയിടും. അതോടുകൂടി അവന്റെ കാര്യം തീരുമാനമാവും. പിന്നെ ഓനാണെന്നുണ്ടെങ്കിൽ വണ്ടി വിളിക്കില്ല, വണ്ടി ക്യാൻസൽ ചെയ്തിട്ട് വേറെ വണ്ടി ഇടാൻ പറയും. പിന്നെ അവന് ഊബറിൽ ഒരു ചാൻസ് ഇല്ല, ഈ പറഞ്ഞ പോലെ നടക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങളുണ്ട്. ഏതായാലും ഈ ചേട്ടന്മാർക്ക് ഈ വിളിക്കുന്ന ഇങ്ങനെ തോന്നുന്ന ഊബർകാരന്മാർ ഓടണ്ട അല്ലെങ്കിൽ ഓൺലൈൻകാരും ഓടണ്ട എന്ന് പറയുന്ന അവരും ടാക്സി കൊടുത്ത് തന്നെ നിൽക്കുന്നത്. ഒരിക്കലും ഗണേഷ് കുമാർ ഇതിന് മണ്ടത്തരം പറയുന്ന കേട്ടോ, അവരിവിടെ ഊബറിവിടെ രജിസ്റ്റർ ഇല്ല. ആരും പറഞ്ഞ രജിസ്റ്റർ ഇല്ല എന്നുള്ളത്? അവരുടെ ടാക്സി ഓടാനുള്ള ഫീസും മറ്റു കാര്യങ്ങളും അടിച്ച് ടാക്സിന്റെ പെർമിറ്റും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് അവർ ഇറങ്ങുകയാണ്. അവർ സ്റ്റാൻഡിൽ കൊണ്ടിട്ട് ഓടുന്നില്ല എന്നല്ലേ ഉള്ളൂ. അവർക്ക് തോന്നിയെടുത്തവർ ഓടും. ഓൾ കേരള അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ടാക്സി പെർമിറ്റ്, ടൂറിസ്റ്റ് പെർമിറ്റ് ഉള്ള വണ്ടിയല്ലേ, അവർക്ക് തോന്നിയാണ് ഓടിക്കൂടെ? ഇന്ന സ്ഥലത്ത് തന്നെ കൊണ്ടിട്ടേ ഓടാവുന്ന എവിടെ ഇതുള്ളത്?
അപ്പോൾ ഈ ഗണേഷ് കുമാർ മന്ത്രിക്ക് പോലും ഒന്നും അറിയില്ല എന്നാണ് തോന്നുന്നത്. വെറുതെ വിട്ടിത്തരങ്ങൾ അതും ഇതൊക്കെ പറയുന്നത്. പക്ഷെ വിവാദമായപ്പോൾ മാറ്റിയൊന്നും കിട്ടു. എന്തായാലും ഈ ചേട്ടൻ കാണിച്ചത് ശരിയല്ല. അയാളുടെ വീട്ടിൽ അയാളുടെ പെണ്ണുങ്ങളും കുട്ടികളും അരി വാങ്ങുന്നത് പോലെ തന്നെയാണ് ബാക്കിയുള്ളവർ അരി വാങ്ങുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാവും, ഈ ഊബർ ഓടുന്ന ചേട്ടന്മാര് കുറഞ്ഞ റേറ്റിൽ ഓടുന്നുണ്ടെങ്കിൽ ആ കുറഞ്ഞ റേറ്റിൽ ഓടിയിട്ടും അവർക്ക് എണ്ണയും അടിച്ച് പിന്നെ അവര് കമ്മീഷനും കൊടുത്ത് അതെല്ലാം കഴിഞ്ഞ ശേഷം അവർക്ക് മാന്യമായി അവരുടെ കുടുംബം നോക്കി ജീവിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ആ തുകയ്ക്ക് മറ്റേ ചേട്ടന്മാർക്കും കഴിയണം. പിന്നെ ഈ ഊബർകാരന്മാർ എല്ലാവരും നല്ലവരാണെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ചൊക്കെ മര്യാദയ്ക്ക് അവർ പെരുമാറുന്നുണ്ട്. ആ സുരക്ഷിതത്തോടെ ഇവർക്ക് ഓടിക്കാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും മര്യാദയ്ക്ക് ഓട്ടം കിട്ടും. നിങ്ങളുടെ സ്വഭാവ ഗുണം കൊണ്ട്, ഈ പറഞ്ഞ സ്വഭാവ ഗുണം ഉണ്ടല്ലേ കണ്ടത്, ഏത് ഞാൻ വീഡിയോന്റെ തുടക്കത്തിൽ വിളിച്ചൊരു കാര്യമുണ്ടല്ലോ, നാട്ടുകാർ നിങ്ങളെയൊക്കെ വിളിക്കുന്ന പേര്, ആ വിളി കേൾക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ വിളിച്ചുകൊണ്ട് അവിടെ ഇരിക്കേണ്ടി വരുന്നത്. Different angles. Don't forget to subscribe and support this channel.